അമ്മോ എന്താ ഇത്രയും വലിയ സൈസ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നീ എത്തിയിരിക്കുന്നത് എവിടെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല, ഒരുവിധം ആൾക്കാർക്ക് അറിയാം. അപ്പോൾ നമ്മൾ ഒരു 3 മാസം മുന്നേ നമ്മൾ ആദർശിൻ്റെ ഫാമിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അന്ന് നമ്മൾ പാർട്ടായിട്ട് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് പാർട്ട് അല്ല, ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഗപ്പിയുടെ മാത്രം എടുത്തത്. അത് ഫസ്റ്റ് ക്വാളിറ്റിയും പ്രീമിയം ക്വാളിറ്റിയും ഗപ്പികളും അന്ന് എടുത്ത് കഴിഞ്ഞു. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പാർട്ടായിട്ട് കുറച്ച് വീഡിയോസ് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് എന്താണ് സംഭവം? ഇത് നമ്മുടെ മൂന്നാമത്തെ ഫാമാണ്. ഫാം. ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് ഓസ്കാർ. നമ്മൾ ഓസ്കാർ ബ്രീഡ് ഇറക്കുന്നുണ്ട്, ബ്രീഡിംഗ് ബേസ് ഉണ്ട്. ബ്രീഡ് ചെയ്ത് നമ്മൾ 1 ഇഞ്ച് സൈസ് ആക്കിയതിന് ശേഷം നമ്മൾ വലിയ ടാങ്കിലേക്ക് ഇറക്കിയിട്ട് 4 ഇഞ്ച് വരെ ആക്കും. 4 ഇഞ്ചിലാണ് നമ്മൾ മെയിനായിട്ട് സെയിൽ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ചില ഐറ്റംസ് മാത്രം ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് പല റേറ്റിലുണ്ട്. ഓൾ ഇന്ത്യ ഷിപ്പിങ്ങും നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ ഫ്ലവർ ഓൺ ചെയ്യും. ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഓസ്കാറിൻ്റെ ഫാമിൽ പോയാൽ നമ്മൾ ഓസ്കാറിൻ്റെ സൈസും ഓസ്കാർ ഇത്ര വലിയ സൈസുള്ള മാത്രമേ എടുക്കുള്ളൂ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ അതിൻ്റെ എങ്ങനെയാണത് ബ്രീഡ് ചെയ്യുന്നത്, അതെങ്ങനെ എഗ്ഗ് കളക്ട് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ആ ഫാമിലെത്തിയിട്ടുണ്ട്. ഇത് മലപ്പുറം ജില്ലയിലെ താനാളൂരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടുത്തെ വീഡിയോസ് എല്ലാം എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഇതിൻ്റെ ഇങ്ങനെ ബ്രീഡ് ചെയ്യുന്ന ബ്രീഡിങ് പേരാൾ, ബ്രീഡിങ് സൈസായിട്ടുള്ളതൊക്കെ കാണിക്കും. പിന്നെ 4 ഇഞ്ചുകൾ കാണിക്കാനുണ്ട്. പിന്നെ നമുക്കൊന്നൊരു ലക്കുണ്ട്. നമ്മളൊന്ന് വന്ന സമയത്ത് ഓസ്കാർ ഇവിടെ ബ്രീഡായിട്ടുണ്ട്, എഗ്ഗ് ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ സെക്ഷനിലേക്ക് പോവാം, എന്നിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും ഇവിടേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്നത് ഓസ്കാറിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവിടെ സെയിൽ ചെയ്യാനൊക്കെ നോക്കല്ലേ, എല്ലാ കാര്യങ്ങളും. അത് ഇവിടെ അല്ല, അത് കുറച്ച് തൊട്ടപ്പുറത്താണ്. അപ്പുറത്താണ്. നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ ആദ്യം നോക്കിയിട്ട് ഇവിടേക്ക് തിരിച്ച് വീണ്ടും ഇവിടേക്ക് തന്നെ. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബ്രീഡിങ്ങിൻ്റെ സെക്ഷനിലേക്ക് എത്തിയില്ലേ? അതെ, നമ്മൾ ബ്രീഡിംഗ് സെക്ഷനിൽ സിമെന്റ് ടാങ്കിലാണ് ചെയ്യുന്നത്. ഇവിടെ സിമെന്റ് ടാങ്കിലാണ് നമ്മൾ ബ്രീഡിംഗ് ബേസ് ഒക്കെ ഉള്ളത്. ഇവിടുന്ന് എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ എഗ്ഗ് നമ്മൾ മാറ്റി അക്കോർത്തിലേക്ക് മാറ്റിയിടും. എപ്പം ഡെയിലി ചെക്ക് ചെയ്യും. എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എഗ്ഗ് നേരെ മെത്തിലിൻ ബ്ലൂവിൽ എയറേഷൻ കൊടുത്തിട്ട് പിന്നെ അക്കോർത്ത് നിന്നാണ് മക്കളെ റൈഡ് ചെയ്ത് എടുക്കലൊക്കെ. ഇതിലിപ്പം ബ്രീഡിംഗ് പെയർ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് വെച്ചായിരുന്നു. ഇന്നിപ്പോൾ ഒരു 3-4 ബ്രീഡിംഗ് പെയർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 1-2 ബ്രീഡിംഗ് പെയറും കൂടെ കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതിലേതൊക്കെയാണ്? ഈ ഒരു ടാങ്കിൽ ആൽബിനോ ടൈഗർ ഉണ്ട്, കോപ്പർ ഉണ്ട്, പിന്നെ ബ്ലാക്ക് ടൈഗറും ഉണ്ട്. ഇത് 3 നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഇവിടുന്ന് ബ്രീഡ് ആയതാണ്. ഇപ്പോൾ 3 ഐറ്റം ഓസ്കാർ ഉണ്ടല്ലേ? ഇതിൽ നമ്മൾ ആൽബിനോ ടൈഗർ ഉണ്ട്, കോപ്പർ ഉണ്ട്, ബ്ലാക്ക് ടൈഗറും ഉണ്ട്. അപ്പോൾ ഇതിന്നാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ കണ്ട ഇന്ന് ബ്രീഡിംഗ് പെയർ ഏകദേശം കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മളെടുത്ത് ചെറിയ ടാങ്കിലേക്ക് മാറ്റി വെക്കും. പിന്നെ അതിൽ നിന്നാണ് എഗ്ഗ് ചെയ്യൽ. പെയർ മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് അവർ എഗ്ഗ് ചെയ്യുമ്പോൾ എഗ്ഗ് നമ്മൾ മാറ്റി വെക്കും. അങ്ങനെ. ഇതാണ് വലിയ സൈസ്. ഏതാ പറഞ്ഞത്? ആൽബിനോ ടൈഗർ. ഇതിലെ ഒന്ന് മയക്കിയെടുക്കാൻ പാടാം. ഇതൊരു 10 ഇഞ്ചിന്റെ മുകളിലുണ്ടാവും. 10 ഇഞ്ചിന് മേലുണ്ട് അല്ലേ? പിന്നെ ഇന്നിപ്പോൾ വീഡിയോ കിട്ടിയില്ലേ? ഇന്ന് ഈ പെയർ കൺഫേം ആയിട്ടില്ല. ഇതിന് തൊട്ട് ഇപ്പുറത്താണ് ബ്രീഡിംഗ് പെയർസ് എല്ലാം മാറ്റി വെച്ചത്. ഇതിൽ ഒരു പെയറും കൂടെ നമുക്ക് ഒരുവിധം പക്ക കൺഫേം ആയ പോലെ ഉണ്ട്. ഈ വീക്ക് തന്നെ നമുക്ക് ഏകദേശം മാറ്റിയിടാം. ഒന്ന് അവർ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പം മാറ്റിയിടാൻ പറ്റും. അവർ രണ്ടാളും മാത്രം രാത്രി ടോർച്ച് അടിച്ച് നോക്കുമ്പോഴേ അധികം പെയർസ് ആണെന്ന് തോന്നുന്നതൊക്കെ ഓരോരോ ഏരിയയിൽ മാറിയിരിക്കും. അതിൽ തന്നെ കൺഫേം ആയിട്ടുള്ളതാണെങ്കിൽ ഒരു എഗ്ഗ് ചെയ്യും. എഗ്ഗ് ചെയ്ത് കഴിഞ്ഞ് എഗ്ഗിനെ കെയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ബ്രീഡിംഗ് പെയർ കൺഫേം ആയത് മാറ്റി വെക്കുക. ലൈറ്റ് അടിക്കണം. ഇത് ബ്ലാക്ക് ടൈഗറിന്റെ ബ്രീഡിംഗ് സൈസ് അല്ലേ? ശരിക്കും എത്ര പ്രായമായിട്ടുണ്ടാവും നമ്മളിത്? ഇതിപ്പോൾ എന്തായാലും ഒരു 1 ഇയർ എബോ ആയി. 1-1.5 കൊല്ലത്തിൻ്റെ അടുത്തായി. ഞാൻ 1 ഇഞ്ച് സൈസ് വാങ്ങിയിട്ട് ബ്രീഡിങ്ങിന് വേണ്ടി മാറ്റി അങ്ങനെ തന്നെ അല്ലോ. വളരെ പൊടി മക്കളായിരുന്നു വാങ്ങുമ്പോൾ. ഡെയിലി 2 നേരം വെച്ച് ചെമ്മീൻ കൊടുക്കും. പിന്നെ കളർ കയറാൻ വേണ്ടി ഒപ്റ്റിമത്തിൻ്റെ ഗ്രീൻ ഫീഡ് ഉണ്ട്, അത് കൊടുക്കും. പിന്നെ 1 നേരം മറ്റേ വാളയുടെ ഫീഡും കൊടുക്കും. ഇത് കോപ്പറിൻ്റെ ഒരു കൺഫേം ബ്രീഡിംഗ് പെയർ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ കോപ്പറും ആൽബിനോ ടൈഗറും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള 2 ബ്രീഡിംഗ് പെയറുണ്ട്. പിന്നെ കോപ്പറും ബ്ലാക്ക് ടൈഗറും കൂടെ
ഇല്ല തിരിച്ചറിയാൻ അങ്ങനെയല്ല, നമ്മൾ പെയർ നോക്കിയിട്ട് അങ്ങ് മാറ്റിയിടാറാണ്. നല്ല കളർഫുൾ ആയിരിക്കും അല്ലേ? ഭയങ്കര കളർ. ചെമ്മീൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് പ്രോപ്പർ കളറാണ്, നല്ല കളറായിരിക്കും. ഈ ടൈഗറൊക്കെ നല്ല പ്രിന്റും നല്ല കളറും വരും. കുഞ്ഞുങ്ങൾക്കും ഈ കളർ എന്തായാലും വരും, എന്തായാലും കിട്ടും. നമ്മൾ അത്രയും കളറുള്ളത് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. അല്ല ഇത് നമ്മൾ ബ്രീഡിംഗ് പെയർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച ഐറ്റംസാണ്. കയ്യിലെടുക്കാൻ വളരെ ടൈഗർ, ആൽബിനോ ടൈഗർ. കൈപ്പത്തിയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ഈ ഒരു ലെങ്ത് വരെയൊക്കെ ഉണ്ടാവും ഹെഡ് ടു ടൈൽ. ഇതുവരെ അത്യാവശ്യം കംപ്ലീറ്റ് അഡൽട്ട്, ഒരുവിധ അഡൽട്ട് സ്റ്റേജാണ്. ഇതിലും വലിപ്പം വെക്കും എന്ന് പറയാം, അപൂർവം. ഈ ടാങ്കിൽ നമ്മളെ അറൗണ്ട് ഒരു 2 ആഴ്ച 3 ആഴ്ചൻ്റെ അടുത്ത് ഏജ് ആയിട്ടുള്ള മക്കളാണ്. നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. കാരണം ഈ സിമെന്റ് ടാങ്കിൽ സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് പായലുണ്ട്, ആൽഗെ പോലെ. അപ്പോൾ ഇത് കഴിച്ച് നിൽക്കുന്നതാണോ ആക്കോർത്തിലുള്ളതാണോ സൈസ് നോക്കിയായിരുന്നു. ഇവർക്ക് തന്നെ ഭയങ്കര ഗ്രോത്ത്, ഇതിൽ പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നുണ്ട്. പക്ഷേ എന്താ, നമ്മളൊരു ടാങ്ക് ഇതിനായിട്ട് മാറ്റി വെക്കണം എന്നുള്ളൊരു പ്രശ്നം. എക്കോറി ആകുമ്പോൾ നമുക്ക് ബാധിക്കൂല, ഇഷ്ടംപോലെ എക്കോറി ഉണ്ടല്ലോ. ഇതാകുമ്പോൾ നമ്മൾ ബ്രീഡിംഗ് പെയർ വെക്കേണ്ട ഒരു ടാങ്ക് കുറച്ച് കാലത്തേക്ക് മാറ്റിക്കണം. ഒരു 1 മന്ത് എന്തായാലും, ഒരു ഇഞ്ച് ആവണമെങ്കിൽ ഒരു മാസമാവും. കുഞ്ഞുങ്ങൾ വന്നു അല്ലേ? ഇത് ടൈഗറിന്റെ 3 ആഴ്ച പ്രായമായത്. 3 ആഴ്ച അല്ല, ഒരു 2.5 ആഴ്ച കുട്ടിയായത് നമ്മള്. ഇവർക്ക് ആർട്ടിമിയ ഫീഡ് ചെയ്യലേ? ആർട്ടീമിയ ഒരു 3 നേരം 4 നേരം വെച്ച് ആർട്ടീമിയ നല്ലോണം ഫീഡ് ചെയ്യും. പിന്നെ അവർ പെല്ലറ്റും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വരുന്നുണ്ട്. ഇത് നല്ല ആക്റ്റീവായി വരും. ഓപ്പൺ ടാങ്കിൽ എയറേഷൻ ഒന്നും ആവശ്യമില്ല. ഇവർക്ക് ഇതിൽ നിന്ന് എഗ് ചെയ്തപ്പോൾ ഇതിൽ നിന്ന് വിരിഞ്ഞു വരുന്നു. ഇപ്പോൾ ഞങ്ങൾ എന്ത് ബ്രീഡിംഗ് പെയറിനെ മാത്രം നമ്മൾ മാറ്റി വെച്ചു, അതാ ചെയ്തത്. അപ്പോൾ ശരിക്കും മെത്തിലിൻ ബ്ലൂ യൂസ് ചെയ്തിട്ടില്ല, എയറേഷൻ യൂസ് ചെയ്തിട്ടില്ല, ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ക നാച്ചുറലായിട്ട് വന്നത്. നമ്മൾ ആകെ ആർട്ടിമിയ ഫീഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ 1-2 നേരം ഫീഡിങ് മോശമായി പോയാലും പ്രശ്നം വരുന്നില്ല. കാരണം ഇവർക്ക് കഴിക്കാനുള്ളത് ഇതിൽ തന്നെ ഉണ്ട്. ഇപ്പൊ തന്നെ ഒരു പാറ്റേണും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയല്ലേ? അങ്ങനെയല്ല, ഇത് മക്കളൊക്കെ അധികം അങ്ങനെ ഉണ്ടാവും. നമ്മൾ പിന്നെ നമ്മൾ ഒരു 2 ഇഞ്ചൊക്കെ കഴിഞ്ഞാൽ നമ്മൾ കളറ് കയറുന്ന ഫീഡ് ചെമ്മീൻ അരച്ച് എപ്പോഴും കൊടുക്കും. അപ്പോൾ നല്ല ഗ്രോത്ത് കിട്ടും. കളറ് ചെമ്മീനുമല്ല കറക്റ്റ് വരിക. ഗ്രോത്ത് മാത്രം മതിയെങ്കിൽ നമ്മളെ സാധാ കരിമീൻ്റെ ഒക്കെ ഫുഡ് അല്ലേ, ഈ വാളേൻ്റെ ഒക്കെ ഫുഡ് കൊടുത്താൽ മതി. ഈ യുനോമി എന്നൊക്കെ പറയുന്നത്. പക്ഷേ കളറ് കിട്ടണമെങ്കിൽ നല്ല പ്രീമിയം ഫീഡും കൊടുക്കണം, അതുപോലെ തന്നെ ചെമ്മീൻ നല്ലോണം കൊടുക്കണം. അല്ല, ശരിക്കും ഇപ്പോൾ പെല്ലറ്റ് കഴിക്കാനുള്ള സൈസ് ആയിട്ട്? സൈസ് പെല്ലറ്റ് കഴിക്കലുണ്ട്, കഴിക്കാൻ തുടങ്ങിയല്ലേ? 1-2 നേരമൊക്കെ നമ്മൾ പെല്ലറ്റ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓസ്കാറിൻ്റെ ബ്രീഡിംഗ് സെക്ഷൻ കണ്ടു. അപ്പോൾ നമുക്കിന്ന് നല്ലൊരു ഭാഗ്യമുണ്ട്. നമ്മളിപ്പോൾ വന്ന സമയത്ത് ഓസ്കാർ ഇന്നലെ രാത്രി മുട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മുട്ടിട്ടതാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ടാണ് ഓസ്കാർ ബ്രീഡ് ചെയ്തത് എങ്ങനെയാണ്, ആ ബ്രീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വിരിയിപ്പിക്കുന്നത്, അതൊക്കെ നമ്മളിന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അത് വ്യക്തമായിട്ട് പറഞ്ഞു തരും. അത് ഇവിടെയുള്ള ഈ ടാങ്കിൽ പെട്ടിട്ടുണ്ട്. ആ ടാങ്കിലുള്ള എഗ്ഗ് കളക്ട് ചെയ്തിട്ട് അക്വേറിയത്തിൽ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് അത് വിരിഞ്ഞിറങ്ങിയിരുന്ന ആ കുഞ്ഞുങ്ങളും ഇവിടെ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ഭാഗ്യമായി പോയി. നമുക്കിന്ന് അത് ഏത് ഓസ്കാറാണ്? ഏതാ ഓസ്കാർ? ഓസ്കാർ ഇപ്പോൾ ഉള്ളത് ടൈഗറും കോപ്പറും കൂടെ മിക്സ് ആയിട്ടുള്ള പേരാണ്. അതാണ് ഇവിടെ എഗ്ഗ് ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുന്നത്, അതെങ്ങനെ അക്വേറിയത്തിലേക്ക് കൊണ്ടിടുന്നു, അതൊക്കെ നമ്മളൊന്ന് വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഒരു വീഡിയോയിലും അങ്ങനെ ആരും വ്യക്തമായി പറഞ്ഞിട്ടില്ല. എഗ്ഗ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എങ്ങനെയാണത് വിരിയിപ്പിക്കുന്നത്, കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ഒക്കെ വിരിഞ്ഞതൊക്കെ ഇറങ്ങണതെന്നൊക്കെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. ടാങ്കിലാണ് മുട്ടിട്ടത്. അതെ അതായി മുക്കിലിരിക്കണോ? ഇവർക്ക് ഭയങ്കര ടൈൽസിൽ ഇട്ടില്ല. ഇവർക്ക് എപ്പോഴും സ്ഥിരം പരിപാടിയാണ് ടൈൽസ്. നമ്മൾ എങ്ങനെയൊക്കെ വെച്ച് കൊടുത്താലും ടൈൽസ് നമ്മൾ കിടത്തി വെക്കും. കിടത്തി വെച്ചാലാ ക്ലീൻ ചെയ്തിട്ട് ഇടുക ചെയ്യാം. പക്ഷേ അതിലൊരു കാര്യമില്ല, ഇവരെപ്പോഴും ഇവിടെ തന്നെയാണ് വെക്കുക. ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കല്ലേ? കൂട്ടം കൂടി ഒരു വൈറ്റ് കളറായിട്ട്. ഏകദേശം എത്ര എഗ്ഗ് ഉണ്ടാവും ഇപ്പം അതിൽ? എന്തായാലും ഒരു 1000ന്റെ മുകളിൽ എഗ്ഗ് ഉറപ്പാണ്. അത്ര എഗ്ഗ് ഉണ്ടാവും. അതിൽ വിരിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശരിക്കും ഒരു 1000 മക്കളൊക്കെ നമുക്ക് കിട്ടേണ്ടതാണ്.
ഇനി ഇപ്പോഴത്തെ സീസണിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-200 ഒക്കെ നമുക്ക് കിട്ടാറുള്ളൂ, വലുതായി കിട്ടാറുള്ളൂ. ഇത് നമ്മൾ ഇങ്ങനത്തെ കേസ് വരുമ്പോൾ ഇനിയിപ്പോൾ ഓസ് വെച്ചിട്ട് നമ്മൾ മെല്ലെ മെല്ലെ വിരലുകൊണ്ട് ഇളക്കി 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 അടർത്തണം. ആ ഒരു ഒട്ടി കിടക്കുക ചെയ്യുക, ചെറിയൊരു പശപശപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ വിരലുകൊണ്ട് വളരെ മൈൽഡായിട്ട് എഗ്ഗ് മുട്ട പൊട്ടി പോവാണ്ടേ വളരെ മെല്ലെ 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 ഇളക്കി ഇളക്കി അടർത്തി ഒരു അരമണിക്കൂർ എടുക്കും നമുക്ക്. മെല്ലെ 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 സൈഫൺ ചെയ്യുക. നല്ല വൃത്തിയുള്ള ഓസ് വെച്ചിട്ട് താഴെ ഒരു ബേസിന് വെച്ചിട്ട് അതിലേക്ക് മെല്ലെ 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 സൈഫൺ ചെയ്തെടുക്കും. ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എഗ്ഗ് നേരെ എടുത്തിട്ട് അക്വാറിയത്തിൽ മെത്തിലിൻ ബ്ലൂവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എയറേഷൻ കൊടുത്ത് ഇടും. ഒരു 2-3 ദിവസം കൊണ്ട് അവർ വിരിയുകയും ചെയ്യും. പിന്നെ ആ ഒരു മക്കളെയാണ് നമ്മൾ അടുത്ത സ്റ്റേജിൽ അവിടെ വലുതാക്കി എടുക്കുന്നത്. പേരൻസ് ഭയങ്കര ഇടങ്ങേറാ. ഇവര് നമ്മളെ അറ്റാക്ക് ചെയ്യും ഭയങ്കരമായിട്ട്. അതുകൊണ്ട് നമ്മളിപ്പോ എഗ്ഗിന്റെ കൂടെ തന്നെ ഉണ്ട്. എഗ്ഗിനെ അങ്ങനെ കെയർ ചെയ്യും ഇവര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലേനെ കൊണ്ട് മാറ്റി വെച്ചത്. എന്താ ചെയ്യാൻ പോണത്? നമ്മളിപ്പോ ഈ ഓസ് വെച്ചിട്ട് വെള്ളം ആദ്യം മെല്ലെ മെല്ലെ എഗ്ഗ് ഒന്ന് കലക്കി ബേസിനിട്ടുണ്ടല്ലോ ഇവിടെ. ഓസ് ഒന്ന് എടുത്തിട്ട് നമ്മൾ വെള്ളം സൈഫൺ ചെയ്യുന്ന പോലെ അത്രേ ഉള്ളൂ അല്ലേ? ആദ്യം ഒന്ന് വെള്ളം ഒന്ന് പുറത്തേക്ക് പോകും. ചെറിയൊരു പൈപ്പ് ഉപയോഗിക്കണം അല്ലേ? ചെറിയ സാധാ നമ്മുടെ ഓസ്. പേരൻസിനെ അപ്പോൾ നമ്മൾ നെറ്റ് വെച്ചിട്ട് അവിടേക്ക് മാറ്റി വെച്ചു. അല്ലാണ്ട് അവർ തൊടാൻ സമ്മതിക്കില്ല. അങ്ങനെ നമ്മൾ അവരെ അവിടെ ലോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ മെല്ലെ മെല്ലെ കൊമ്പെടുത്തിട്ട് മെല്ലെ ബേസിനിലേക്ക് വെക്കുക. ഈ റൈറ്റ് നഖം കൊണ്ട് മെല്ലെ മെല്ലെ അടർത്തി എടുക്കണം. നല്ല പറ്റി പിടിച്ചിരിക്കുക. അങ്ങനെ എടുക്കുക അല്ലേ? കുറച്ചധികം സമയം എടുക്കും. അതിലേക്ക് വീകുന്നില്ലേ കറക്റ്റായിട്ട്? അങ്ങനെ അതിലേക്ക് വീഴൂല്ലേ? അതിലേക്ക് ഇങ്ങനെ വീണോണ്ടിരിക്കുന്നുണ്ട്. അതാകുമ്പോൾ മുട്ടയ്ക്ക് അതിൻ്റെ എഗ്ഗിന് അധികം പരിക്ക് പറ്റാതെ എടുക്കാം. വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ മെല്ലെ 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 ഇളക്കുക. ആദ്യം മെല്ലെ ഒന്ന് വിരലുകൊണ്ട് ഇങ്ങനെ ഇളക്കുക, എന്നിട്ട് ഇളക്കിയിട്ട് മെല്ലെ ഇതാക്കുക. എഗ്ഗ് ഫുള്ള് എനിക്ക് ആയിട്ടുണ്ടല്ലേ? നമ്മൾ അതിലെ എഗ്ഗ് മൊത്തം ഇപ്പോൾ ഏകദേശം അരമണിക്കൂറിന് മേലായി തുടങ്ങിയിട്ടില്ലേ? ഇപ്പോൾ എഗ്ഗ് ഫുള്ള് ഇന്ന് കിട്ടി. ഓക്കെ. ഇനി പേരൻസിനെ റിലീസ് ചെയ്യൂലേ? ഓക്കെ. അങ്ങനെ പേരൻസിനെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാണിക്കുന്നത് അല്ലേ? ഇതാണ് കളറ്. ഫസ്റ്റ് ബ്രീഡിംഗ് ആണോ? അല്ല, നമ്മൾ ഇവർ റെഗുലറായിട്ട് ഇവരൊരു 10 ദിവസത്തിൽ ഒരിക്കൽ വെച്ച് എങ്ങനെ നോക്കിയാലും എഗ് ചെയ്യും. പെട്ടെന്ന് എഗ് ചെയ്യും. ഇനി നമ്മളെന്താ ചെയ്യാതെ? ഇനി നമ്മൾ ഈ എഗ്ഗിനെ എടുത്തിട്ട് നമ്മൾ മെത്തിലിൻ ബ്ലൂവിൽ അക്വാറിയത്തിലേക്ക് ഡ്രോപ്പ് ചെയ്യണം. അക്വാറിയം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും ഓസ്കാർ തന്നെയാണ്. ഇനി നമ്മൾ മെല്ലെ മെല്ലെ ഈ അക്വാറിയത്തിൽ നമ്മൾ മെത്തിലിൻ ബ്ലൂ ഒഴിച്ച് വെള്ളം ഓൾറെഡി കണ്ടീഷൻ ചെയ്ത് വെച്ച് 2 ദിവസം മുന്നേ നിറച്ച് മെത്തിലിൻ ബ്ലൂ ഒഴിച്ച് എയറേഷനൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചതാണ്. ഈ വെള്ളത്തിലേക്കാണ് നമ്മൾ നേരെ ഈ എഗ്ഗ് ഇടാൻ പോകുന്നത്. അപ്പോൾ 3 എഗ്ഗുകൾ ഇപ്പോൾ ഇതിൽ കിടക്കണം. ഇനി എയറേഷൻ കൊടുക്കുക അവിടെ. ഇവിടെ എയറേഷൻ നല്ലോണം കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചെയ്യാണ്ട് അവിടെ വെക്കുക. ഒന്നും ചെയ്യണ്ട. ഇതിപ്പോൾ ഒരു 4 ദിവസം മുന്നേ ഇട്ട എഗ്ഗിൻ്റെ സിറ്റുവേഷന്. 4 ദിവസം മുന്നേ മീൻസ് ഇങ്ങനെയാണ് എഗ്ഗ് ഉണ്ടാവുക. കണ്ടല്ലേ? എഗ്ഗിന്ന് വളരെ മൈൽഡായിട്ട് ഒരു ചെറുങ്ങനെ തലയിട്ട് പൊന്തിക്കും. ഇതൊന്ന് ചത്തുപോയതാണ്. എഗ്ഗായിട്ട് ഇങ്ങനെ ഉണ്ടാവുക. ഇതിപ്പോൾ എല്ലാവരും ഈ ഗ്യാപ്പിൽ അതിൻ്റെ ഉള്ളിൽ അടിഞ്ഞ് തിരിയുന്നത് കാണൂല. പിന്നെ ഇതൊരു 4 ദിവസം കണ്ട എഗ്ഗിന്ന് മെല്ലെ തല പുറത്തിട്ട് അവർ ഇറങ്ങി തുടങ്ങി. ഇത് കോപ്പറിൻ്റെ
ഇത് കോപ്പറിൻ്റെ പേരാണ്, അതിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇത് ഇപ്പോൾ അവർക്ക് നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, തന്നെ വിരിഞ്ഞോളൂ. ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒന്നും വേണ്ട, അവർക്ക് ഇപ്പം വേണ്ടതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ. ഇതൊരു 4 ദിവസം 4 5 ദിവസമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു 1 വീക്ക് കഴിഞ്ഞതാണ്. 1 വീക്ക് കഴിഞ്ഞത്. അപ്പോൾ നല്ല ഫ്രീ സിമ്മായി. ഇവർക്ക് ഫീഡ് കൊടുക്കാൻ തുടങ്ങി നമ്മൾ. എന്താ ആർട്ടിമ നല്ലോണം വാരിക്കൂരി കൊടുക്കും. ആർട്ടിമയിലാണ് ഇവരെ കൈകാര്യം. ഇവിടെ മൊയിന ചെയ്ത് കിട്ടിയിട്ടില്ല ഇതുവരെ. അപ്പോൾ ആർട്ടിമ തന്നെയാണ്. ആർട്ടിമ തന്നെ നല്ലോണം ക്വാണ്ടിറ്റിയിൽ അങ്ങ് ചെയ്തിട്ട് കൊടുക്കും. ഇതും അതിൻ്റെ കൂടെ തന്നെ ഉള്ളായിരുന്നു. എഗ്ഗാണ് കിടക്കുന്നത്? അല്ല, അത് ആർട്ടിമ ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളതാണ്. അത് ഡെയിലി രാത്രി നല്ലോണം ഉണ്ടാവും. രാവിലെ അത് അങ്ങ് ക്ലീൻ ചെയ്യുക. കുഞ്ഞുങ്ങൾ കിടക്കുന്നല്ലേ? കണ്ടില്ലേ? ഇതിപ്പോൾ ഒരു 1 വീക്ക് ഏജ് ആയതാണ്. 1 വീക്ക് ഏജ് ആയത്. ഇത് വരുന്നത് ഇതൊരു 10 ദിവസം പ്രായം ഉണ്ടാവും. 10 ദിവസം കഴിഞ്ഞത്. ഇത്രേ ഉണ്ടാവുള്ളൂ. ഒരു കൂത്താടിയൊക്കെ പോലെ വളരെ ചെറുതാണ്. ഇവരെ നമ്മൾ അങ്ങനെ ഫീഡ് ചെയ്ത് പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ട് 6 ഇഞ്ച് വലിപ്പത്തുന്നത്. ഈ ഒരു സാധനങ്ങളെയാണ് നമ്മൾ നേരത്തെ അത്രയും കൈപ്പത്തിനേക്കാട്ടും വലുപ്പത്തിൽ ആക്കി എടുക്കുന്നത്. നമ്മൾ കെയറിങ് പോലെ ഉണ്ടാവും. നല്ല എഫോർട്ടാണ്, എപ്പോഴും നല്ല എഫോർട്ടാണ്. നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നോ അത്രത്തോളം ഇതിൽ ബെനിഫിറ്റ് ഉണ്ടാവും ഓസ്കാറിൻ്റെ കേസിൽ. അടുത്ത സ്റ്റേജിക്ക് ഇതൊരു 2.5 ആഴ്ച അറൗണ്ട് ഒരു 2.5 ആഴ്ച കഴിഞ്ഞത്. ഒരു 17-18 ദിവസം അറൗണ്ട് ഏജ് ആയിട്ടുണ്ട് അവർക്ക്. ശരിക്കും ഗ്രോത്ത് കുറവാണ് ഇവരത് കമ്പയർ ചെയ്ത് നോക്കിയാൽ. ഒരു മാസം 1.5 മാസം കൊണ്ട് തന്നെ ശരിക്കും ഒരു 1 ഇഞ്ച് സൈസിലേക്ക് കടക്കും. ആർട്ടിമ എത്ര നേരം കൊടുക്കുക സമയത്ത്? ആർട്ടിമ ഒരു 4 നേരം 5 നേരം വെച്ചിട്ടൊക്കെ കൊടുക്കും. സ്റ്റാഫ് ഉണ്ടാകുമ്പോൾ പ്രോപ്പറായിട്ട് കൊടുത്തോളും. സൺഡേസിൽ ലീവ് ആകുമ്പോൾ ഞാനാണ് കൊടുക്കുക. ഞാൻ ഇല്ലാത്ത സമയത്താകുമ്പോൾ 1-2 നേരമൊക്കെ സൺഡേയിൽ പോകുള്ളൂ. ബാക്കി എല്ലാ ദിവസവും 4-5 നേരം വെച്ചിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കും. അതിൻ്റെ തന്നെ കൂടെ ഉള്ള ഒരു ബാച്ചായിരുന്നു. ഒന്നിച്ചാ ഉണ്ടാവുക. അത് രാത്രി ഒന്നായിട്ട് കുറച്ച് അധികം ആർട്ടിമ അങ്ങ് ഇട്ട് കൊടുക്കാറുണ്ട്. രാവിലെ എന്നിട്ട് വാട്ടർ ചേഞ്ച് ചെയ്യും. ഇനിയിപ്പം ചേഞ്ച് ചെയ്യേണ്ട സമയമായി. മെത്തിലിൻ ബ്ലൂ ആണ് കംപ്ലീറ്റ് ആയിട്ട്. അത് എങ്ങനെയാണ് റേഷ്യോ കണക്കിൽ ഇട്ടിട്ടുള്ളത്? റേഷ്യോ ഇത് നമുക്ക് 1 ഇഞ്ച് സൈസ് ആയതാണ്. 1 ഇഞ്ച് സൈസിലേക്ക് എത്തിയത്. അതൊരു അറൗണ്ട് ഒരു 1.5 മാസമായിട്ടുണ്ട്. 1.5 മാസമായി. ഇപ്പോൾ സെയിലിന് ആയിട്ടില്ലല്ലോ? ഇല്ല, നമ്മളൊരു 4 ഇഞ്ച് ആക്കിയിട്ടാണ് സെയിൽ ചെയ്യുന്നത്. 1.5 മാസം കൊണ്ട് ഈ വലിപ്പക്കെത്തി ആണ് മെത്തിലിൻ ബ്ലൂ. മെത്തിലിൻ ബ്ലൂ ലിക്വിഡ് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ലിക്വിഡ് അല്ല, ഇത് പൗഡറാണ്. നമ്മളെ കെമിക്കൽ ഷോപ്പില്ലേ, അവിടെ പോയാൽ കിട്ടും. മെലാമിൻ, യെല്ലോ, മെത്തിലിൻ ബ്ലൂ, പൊട്ടാഷ്യം ഒക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനം പൗഡർ. കുറച്ച് വില വരും, പക്ഷേ നമ്മളെ പർപ്പസിന് ഏറ്റവും ബെസ്റ്റ് ചെയ്തത് കണ്ടോ. അങ്ങനെ കാണുമ്പോൾ ഒരു പച്ചപ്പൊടി പോലെ തോന്നും. ഈ പൊടി വളരെ കുറച്ചിൻ്റെ ആവശ്യമുള്ളൂ. പച്ചുള്ള നീലേ മതി. ഡോസ് കൂടി കഴിഞ്ഞാൽ കൂടിയാലും ഡേഞ്ചർ പറയാനൊന്നുമില്ല കേട്ടോ. നമ്മൾ പൊട്ടാഷ്യം ഒക്കെ കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ, അങ്ങനെയൊന്നും അതിൽ വരിക്കില്ല. ഇത് മതി ശരിക്കും നമ്മളൊരു സിമെൻറ്റ് ടാങ്ക് മൊത്തം നീലയാക്കണമെങ്കിൽ. സിമെൻറ്റ് ടാങ്കിലേക്ക് കൊടുക്കാനുള്ളത്. ഇത് നമ്മളിങ്ങനെയാണ് എടുക്കുകയെന്ന് ജസ്റ്റ് ഒന്ന് റെഫറൻസ് കാണിച്ചത്. ഞാൻ കണ്ടീഷൻ ചെയ്യുന്നതൊന്ന് കാണിച്ചു തരാം. നമ്മുടെ അക്വാറിയത്തിലേ ഈ ഒരു അക്വാറിയം നമ്മൾ സാധാ വെള്ളം നമ്മൾ പിടിച്ചു വെച്ചത്. ഇത് നമ്മൾ 2 അടീൻ്റെ അക്വാറിയാണ്. എത്ര ലിറ്റർ ഉണ്ടാവും? ഉണ്ടാവും എന്തായാലും ഉറപ്പാണ്. എന്നിട്ട് ഈ മെത്തിലിൻ ബ്ലൂ അപ്പടി നല്ലോണം ഒഴിക്കുക. ഇത് നമ്മൾ എഗ്ഗ് ചെയ്യണതിൻ്റെ തലേദിവസം മുന്നേ ചെയ്തേക്കാം. ഒരു 2 ദിവസം മുന്നേ ചെയ്താൽ നല്ലതാണ്. ഇങ്ങനെ ഇത് കൊടുത്തതിന് ശേഷം നല്ലോണം ഏകദേശം നമുക്കൊരു ഡാർക്ക് ബ്ലൂ കളർ എത്തിയല്ലോ. ഡാർക്ക് ബ്ലൂ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നേരെ എടുത്തിട്ട് എയറേഷനും കൊടുക്കും.
അപ്പോൾ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് നമ്മൾ ഓസ്കാറിൻ്റെ ബ്രീഡ് ചെയ്ത സംഭവം ഒക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നു. അതെങ്ങനെ എഗ്ഗ് കളക്ട് ചെയ്ത് അക്വാറിയത്തേക്ക് ഇടണം, അത് അക്വാറിയത്തിൽ എങ്ങനെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്നത്, അതെങ്ങനെ അധികം റെഡില്ലാതെ എങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടുന്നതൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞു തന്നു. ഇതിപ്പോൾ ഇതിൻ്റെ കാണിക്കണേ ഇത് 4 ഇഞ്ച് 4 ഇഞ്ചിൽ സെയിൽ ചെയ്യാനുള്ളത് സെയിൽ ചെയ്യാനുള്ളത് 4 ഇഞ്ച് സൈസിലുള്ളത് കോപ്പർ. എങ്ങനെ ഇത് റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത്? റീറ്റെയിൽ ആണെങ്കിൽ 150 പീസിന് തുടങ്ങും, 150 രൂപ തുടങ്ങും. 4 ഇഞ്ചിന് ഒരു പീസിന് തുടങ്ങുന്നത് അല്ലേ? ഈ ഹോൾസെയിൽ ആണെങ്കിൽ റേറ്റ് വ്യത്യാസമാണ്. ഇത് ടൈഗർ ഇറങ്ങിയ കുഞ്ഞുങ്ങളല്ലേ മൊത്തം നമ്മളിപ്പം ബ്രീഡ് ചെയ്ത മക്കൾ നമ്മൾ വലുതാക്കി എടുക്കുന്നത്. ഇതിപ്പോൾ എത്ര ആയിട്ടുണ്ട് പ്രായം? അല്ല എത്ര ദിവസം, എത്ര മാസത്തെ പ്രായമുള്ളതാ? ഇതൊരു 4 മാസം. 4 മാസം. ശരിക്കും ഓസ്കാറിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ 1 മാസം 1 ഇഞ്ച് വെച്ചിട്ടാണ് സൈസ് വെക്കുക. ഇതൊരു 4-4.5 മാസം എന്തായാലും ആയി. പിന്നെ കോപ്പറിൻ്റെ ടൈഗറിൻ്റെയും കൂടെ നല്ല ലോട്ടാണ്. ഇതിൽ നല്ല കളറുള്ളത് മാത്രമേ നമ്മൾ റീറ്റെയിലും കൊടുക്കാറുള്ളൂ. കളറില്ലാത്ത ഒന്നും കൂടെ ഒരു 1 വീക്ക് 2 വീക്ക് വെച്ച് കഴിഞ്ഞിട്ട് നല്ല കളർ കയറും. ബ്രീഡിങ്ങിനായിട്ട് കുറേ ടൈമിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ആയിട്ടില്ലല്ലേ? ഇല്ല, ബ്രീഡിങ്ങിനൊക്കെ ഇനിയിപ്പോൾ ഒരു കൊല്ലമൊക്കെ എന്തായാലും കഴിയണം. നമ്മളിതിൽ നിന്ന് ഷൂട്ടേഴ്സിനെ എപ്പോഴും മാറ്റി വെച്ചിട്ട് നമ്മൾ അടുത്ത കൊല്ലത്തേക്കുള്ള ബ്രൂഡ് സ്റ്റോക്ക് സെറ്റ് ചെയ്യാറ്. ഇത് കോപ്പറിനല്ലേ? ഇത് കോപ്പറാണ്. ഇത് അറൗണ്ട് 5-5.5 ഇഞ്ച് സൈസ് ഉണ്ട്. ഇതൊരു ഏകദേശം ഫുള്ളാവാനായി. ഈ സൈസ് നമ്മൾ ഒരു 5-5.5 സൈസ് നമ്മൾ റീറ്റെയിൽ കൊടുക്കുന്നത് 350 രൂപ പീസിന്. പിന്നെ ടൈഗർ അതുപോലെ തന്നെ. ടൈഗർ ഉണ്ടാവില്ലേ? ടൈഗറുണ്ട്. ഇത് അറൗണ്ട് ഒരു 5-5.5 ഇഞ്ച് സൈസ് ഉള്ളതാണ്. ഇത് 6 ഇഞ്ച് എബവ് ആണ്. 6 ഇഞ്ചിൻ്റെ മുകളിലുള്ളതൊക്കെ നമ്മൾ 500-550 റേഞ്ചിലാണ് റീറ്റെയിൽ കൊടുക്കാറ്. ഹോൾസെയിൽ ആകുമ്പോൾ എന്തായാലും റേറ്റിൽ വ്യത്യാസം വരും. ഇതെല്ലാം 6 ഇഞ്ച് മുകളിലായി കാണുന്നത്. അടുത്തൊരു 10-400 പീസോളം ഈ സൈസിലും എല്ലാ സൈസിലും ഉണ്ട്. 5 ഇഞ്ച് 6 ഇഞ്ചിലൊക്കെ എങ്ങനെയൊക്കെ ഒരു 400-500 പീസോളം നമ്മുടെ അടുത്ത് ഇപ്പോൾ റെഡി സ്റ്റോക്ക് ഉണ്ട്. പിന്നെ 4 ഇഞ്ച് സൈസ് ആണെങ്കിൽ ഒരു 2000 പീസോളം നമ്മുടെ അടുത്ത് റെഡി സ്റ്റോക്കിലുണ്ട്. ടൈഗർ, കോപ്പർ, കോപ്പറൊക്കെ നല്ല കോപ്പർ കളറാണ്. ഇത് ആൽബിനോ ടൈഗറിന്റെ ബ്രീഡിംഗ് പെയർ. ടൈഗറിന്റെ കറക്റ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് പെയർ. ഇതുപോലെ തന്നെ ആൽബിനോ ടൈഗറും ഫയർ റെഡും ആയിട്ടുള്ള ഒരു പെയർ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ മാസം പോയി. അതിന് ശേഷം പിന്നെ അവരത് കിട്ടിയില്ല. നല്ലതാ. ഇത് അറൗണ്ട് ഒരു എന്തായാലും ഒരു 10 ഇഞ്ചിന്റെ മുകളിലുണ്ടാവും. 10 ഇഞ്ചിന്റെ മേലെ. ഇതിപ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഏതാ ഫീമെയിലും മെയിലും? ഇല്ല, അത് പറയാൻ പറ്റില്ല. ശ്രദ്ധിച്ച് നോക്കാൻ വേണ്ടിയില്ലേ? ഇതിൽ നമുക്ക് എത്ര തവണ സാധാരണ എടുക്കലുണ്ടെന്ന്? ഇവർ ഒരു മാസത്തിൽ 2 പ്രാവശ്യം വെച്ചിട്ടൊക്കെ എഗ്ഗ് ചെയ്ത് തരുന്നുണ്ട്. തരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞൊരു 1 മന്തായിട്ട് എഗ്ഗ് ചെയ്തിട്ടില്ല. എന്താ പ്രശ്നം എന്ന് മനസ്സിലായില്ല. അതിന് തൊട്ട് മുന്നേ ഉണ്ട്. ഇവരെ മക്കളൊക്കെ നമ്മുടെ അടുത്ത് ഒരു 4 ഇഞ്ച് സൈസൊക്കെ ആയതുണ്ട്. ഇത് പണ്ട് മുതലേ ഉള്ള, കുറച്ച് മുന്നേ മുതലേ എൻ്റെ അടുത്തുള്ള വേറെ കോപ്പറും ടൈഗറും കൂടി. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം കുറെ കിട്ടിയിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം തീരെ ഇവർ എഗ്ഗ് ചെയ്തിട്ടില്ല. രണ്ടും മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. പകുതി കോപ്പറും പകുതി ടൈഗറും ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷേ ഈ മാസം തീരെ ഈ ഇയർലി സീസണിൽ തീരെ ഇവർ എഗ്ഗ് ചെയ്തിട്ടില്ല. എഗ്ഗ് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ കാത്തിക്കുന്നു. പക്ഷെ നല്ല കളറും നല്ല സൈസും ക്വാളിറ്റി ആയിട്ട് വരും. ഇത് ബ്ലാക്ക് ടൈഗർ, ഇത് ആൽബിനോ ടൈഗർ. ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള വേറെയായിരുന്നു. ഇത് ഈ പ്രാവശ്യം ഈ സീസണിൽ എഗ്ഗ് ചെയ്തിട്ടില്ല. തീരെ എഗ്ഗ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ സീസണിൽ നല്ലോണം എഗ്ഗ് ചെയ്ത് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതായിരുന്നു. എന്താ പറയാനാ, പ്രതീക്ഷിക്കാം. സീസണൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇടേണ്ട ടൈം കഴിഞ്ഞു ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ വീണ്ടും വടക്കേനെ വന്നു. അപ്പോൾ ഇവിടെ വലിയ
ഡ്രമ്മിലാണ് ചെയ്യുന്നത് അല്ലേ? ബയോഫ്ലോക്കുമായിട്ടുള്ളത് എല്ലാം ബയോഫ്ലോക്ക്. ഇത് 4 മീറ്റർ റേഡിയസ് ഉള്ള ഇതാണ്. അങ്ങനെ ടോട്ടൽ ഇപ്പോൾ നമ്മളുടെ അടുത്ത് 8 ടാങ്കാണ് ഇവിടെ ഉള്ളത്. 8 ടാങ്ക്. ഈ 8 ടാങ്കിലാണ്. 8 ടാങ്കിൽ ഓസ്കാറാണോ ചെയ്യുന്നത്? ഓസ്കാർ ഉണ്ട്, ഫ്ലവർ ഓൺ ഉണ്ട്, ഒരൊറ്റ ടാങ്കിൽ മാത്രം ഗപ്പിയുണ്ട്. ഗപ്പിയുണ്ട്. അത് നമ്മൾ നേരത്തെ കാണിക്കുന്നു പറയുന്നത്. കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഓസ്കാർ ഒരു ടാങ്കിലുണ്ട്. അത് നമുക്ക് എടുത്തിട്ട് ഫ്ലവർ ഓൺ നോക്കാം, ഗപ്പി നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഓസ്കാർ അവിടെ നിന്ന് ബ്രീഡിംഗ് പെന്നോട് സ്ഥലത്ത് നിന്ന് കണ്ടു. അപ്പോൾ അത് വളരെ കുറച്ചാണ്. അപ്പോൾ ഇനി കൂടുതൽ ബൾക്കായിട്ടുള്ളതാണ് ഈ ഒരു ടാങ്കിൽ ചെയ്യുന്നത്. അപ്പോൾ ഓസ്കാറിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവരൊരു വരവുണ്ട്, ഒന്നിച്ച് നമ്മൾ കൊയ്ക്കാർപ്പ് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ ഓസ്കാറും വരും. അപ്പോൾ അത് നമുക്ക് നോക്കിയൊക്കെ അതാണ് ഭയങ്കര രസം. ഒരു പറഞ്ഞാൽ ഫുഡ് എപ്പോഴും കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ഓസ്കാർ എന്ന് പറയുന്നത്. എത്ര ഫുഡ് കൊടുത്താലും അവർ കഴിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഈ ഓസ്കാറിൻ്റെ മെയിൻ ഒരു പ്രത്യേകത. അപ്പോൾ ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതാണ്. ഫുഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അത് തന്നെയാണ് ഈ ഓസ്കാറിൻ്റെ പ്രത്യേകത. എത്ര ഫുഡ് കഴിച്ചാലും ഫുഡ് നന്നായിട്ട് അവർ കഴിക്കും. അപ്പോൾ നമുക്ക് ആ ഫുഡ് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഒരു വരവ് വരുന്ന ആ ഒരു സീൻ നമുക്ക് എടുക്കാം. നോക്കാം അല്ലേ? ഇതേതാണ്? ഇതിൽ ഫയർ റെഡ് ഉണ്ട്, ആൽബിനോ ടൈഗർ ഉണ്ട്, കോപ്പറും ഉണ്ട്. 3 ഇതിലിട്ടിരിക്കുക? 3 കൂടെ. ഇത് നമ്മൾ 1 ഇഞ്ച് സൈസ് പുറമേ നിന്ന് വാങ്ങിയിട്ട് അവരെ വലുതാക്കാൻ വേണ്ടി ഇട്ടുവെച്ചതാണ്. അല്ല, നമ്മൾ ബ്രീഡ് ആയത് അപ്പുറത്തെ ടാങ്കിലുണ്ട്. ഇത് പുറത്തുനിന്ന് മേടിച്ച് സീഡ് കൊടുത്തിട്ട് സൈസ് ആക്കണം. ഓ, നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ 1 ഇഞ്ച് വരുന്നുണ്ടല്ലേ? നല്ല രസമായി വരും. അതെ അതെ. നമുക്ക് കോരി ഒക്കെ ഓക്കെ. ഇതും ടൈഗർ തന്നെ. ഇതിൽ അധികം ആൽബിനോ ടൈഗറും കുറച്ച് ഫയർ റെഡും ഉണ്ട്. ഓ, ഇതിപ്പോൾ എത്ര ഇഞ്ചാണ് നമ്മൾ കാണുന്നത്? ഇതൊരു 3 ഇഞ്ച്, 2.5 to 3 ഇഞ്ച് സൈസ്. ഇതിവിടെ സീഡ് ഇറക്കുന്നതാണോ? ഇത് സീഡ് ഇറക്കിയതാണ്. 4 ഇഞ്ച് ആയി കഴിഞ്ഞാൽ ഇതാ കറക്റ്റ്. ഇതൊരു ഫയർ റെഡ് ആണ്, 4 ഇഞ്ച് സൈസ് ഉള്ളത്. 4 ഇഞ്ച് സൈസുള്ള ഫയർ റെഡ്. പ്രോപ്പർ കളറാണ്. ഇത് റീറ്റെയിൽ ആണെങ്കിൽ 150 പീസിന് കൊടുക്കുന്നത് 4 ഇഞ്ച്. ഹോൾസെയിൽ ആണെങ്കിൽ വേറെ റേറ്റ് ആണ്. പിന്നെ ഒരു സൈസ് കുറഞ്ഞത് വരുന്നത് എത്ര? ഇതൊരു 3.5 ഇഞ്ച് ഉണ്ടാവും. ഈ 3.5 ഇഞ്ചൊക്കെ ആകുമ്പോൾ 120 രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് റീറ്റെയിൽ. ഹോൾസെയിൽ വേറെ റേറ്റ് ആണ്. കണ്ടില്ലേ? ഇതിൻ്റെയൊക്കെ ബ്രീഡിംഗ് പേരാണ് വേറെ സ്ഥലത്താണല്ലേ? ബ്രീഡിംഗ് പേരൊക്കെ അപ്പുറത്താണ്. ഇവിടെ ഞാൻ ഇതെല്ലാം കൊണ്ടുവന്ന് സൈസ് മാത്രം ആക്കുക ചെയ്യാറ്. ബ്രീഡിംഗ് എല്ലാം മറ്റേ ഫാമിൽ നിന്ന് ബ്രീഡ് ചെയ്തിട്ട് 1 ഇഞ്ച് സൈസ് വരെ അവിടെ നിന്നാക്കും. 1 ഇഞ്ച് ആയി കഴിഞ്ഞാൽ നേരെ ഇവിടെ കൊണ്ടുപോയിടും. ചില സമയത്ത് അവിടെ ബ്രീഡിങ് സ്ലോ ആകുമ്പോൾ പുറത്തുനിന്ന് ഇതുപോലെ ഔട്ട്സോഴ്സ് ചെയ്യും. എന്നിട്ട് സീഡ് മാത്രം 1000 പീസ് വെച്ചിട്ട് ഓരോ ടാങ്കിൽ അങ്ങിടും. ടോട്ടൽ ഒരു 8 ടാങ്ക് ഉണ്ട് ഇവിടെ. ഇപ്പോൾ നമ്മൾ 8 ടാങ്ക് നമ്മൾ ഇവിടെ ഉള്ളത്. മൊത്തമായിട്ട് 8 ടാങ്ക് ഉണ്ട്. ഒറ്റ സംഭവം തന്നെ അല്ലേ? ആൽബിനോ ടൈഗർ നേരത്തെ കാണിച്ചെന്നില്ലേ? 2 ഐറ്റം മാത്രമേ ഇതിലുള്ളത്. ഇങ്ങനെ ഒരുമിച്ച് ഇടുമ്പോൾ ഈ ടാങ്കിൽ ഇടുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അവർ ഈ എങ്ങനെയാന്ന് വെച്ചാൽ ചിലവർ ഷൂട്ടേഴ്സ് ഉണ്ടാവും. ഇത് കണ്ടില്ലേ? ഇതെല്ലാം ഒരു ബാച്ചാണ്, ഒരൊറ്റ ഏജ് ഉള്ള ബാച്ചായിരുന്നു. പക്ഷേ അതിൽ ചിലത് ഇതാ 4 ഇഞ്ച് സൈസ് ആയതുണ്ട്. അതേപോലെ ചിലത് ആകെ എപ്പോഴും 2 ഇഞ്ചിൽ തന്നെ നിൽക്കുന്നതുണ്ട്. ഫീഡ് കിട്ടുന്നവർ കയ്യൂക്കുള്ളോ കാര്യക്കാരൻ എന്ന് പറഞ്ഞ പോലെ നല്ല പെട്ടെന്ന് ഫീഡ് എടുക്കുന്നവർ പിന്നെ പെട്ടെന്ന് സൈസായി പോകും. ബാക്കിയുള്ളവരവിടെ വീക്കായി പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചൊന്ന് കഴിഞ്ഞാൽ ഏകദേശം സൈസ് ഉള്ളതിനെ ഒരു ബാച്ചിലും സൈസ് ഇല്ലാത്തതിനെ വേറെ ബാച്ചിലും ആക്കി മാറ്റിയിടും. അപ്പോൾ പെട്ടെന്ന് ബാക്കിയുള്ളവരെയും ഗ്രോത്ത് ആക്കി എടുക്കാൻ പറ്റും നമുക്ക്. മറ്റത് കിട്ടിയില്ല അല്ലേ? നമുക്ക് ഇനി പിന്നെ അതിലേക്ക് പോവാം. ഇതിപ്പോൾ അടുത്ത എവിടേക്ക് എത്തി നമ്മൾ? ഓ, ഇപ്പോൾ ഈ ടാങ്കിൽ ഇപ്പോൾ ഉള്ളത് ഇത് കോപ്പറും ടൈഗറും. ആ, 2 ഐറ്റം അല്ലേ? ഇതിൽ അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ബാച്ചാണ് ഇതിലുള്ളത് നമ്മുടെ അടുത്ത്. ഇതിപ്പോൾ നമ്മളെന്താ കാണിക്കാൻ പോണേ? അത് അളവ് നോക്കാം അല്ലേ? ഇത് 3 സ്കെയിലിൻ്റെ അടുത്ത് എത്തൂല. സ്കെയിലിനേക്കാളും പോയി 7 ഇഞ്ചിന്റെ മേലെ പോയി.
ഇതിൻ്റെ മുകളിലുണ്ട്. ഇതൊരു 8 ഇഞ്ച് അപ്രോക്സിമേറ്റ് ഉണ്ടാവും നമുക്ക്. അപ്പോൾ ഇത് എത്ര ഇഞ്ച് മുതൽ 4 ഇഞ്ച് മുതൽ എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യും? 4 ഇഞ്ച് മുതൽ 6 ഇഞ്ച് 7 ഇഞ്ച് 8 ഇഞ്ചൊക്കെ എത്ര റേറ്റ് വരും? അപ്പോൾ ഇതിലിപ്പോൾ ഇതൊരു 5 ഇഞ്ച് അറൗണ്ട് ഉള്ളതാണ്. ഇത് അറൗണ്ട് ഒരു 300-350 റേഞ്ചിലാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സൈസിലുള്ളത് ഈ ഒരു സൈസല്ല, 5 ഇഞ്ച് സൈസ്. ഇതാ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 5 ഇഞ്ച് സൈസാണ് കണ്ടല്ലേ. പിന്നെ 6 ഇഞ്ച് എബോവ് ഉള്ളതാണ് നമ്മൾ 550 സെയിലാക്കുന്നത്. ഇതൊക്കെ ഇതൊക്കെ 6.5-7 ഇഞ്ച് സൈസ് ഉണ്ട് അപ്രോക്സിമേറ്റ്. ഇതൊക്കെ നമ്മളൊരു 500-550 പോകുന്നത്. ഇത് പിന്നെ 8 ഇഞ്ച് എബോവാണ്. അങ്ങനത്തെ വളരെ കുറച്ച് പീസസ് ഉള്ളൂ. ഇത് നമ്മൾ അടുത്ത സെറ്റിലേക്ക് ബ്രീഡിംഗ് പെയറിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നത്. ഇത് റീറ്റെയിൽ കൊടുക്കാറില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു 10 പീസിൻ്റെ ഒക്കെ താഴെ നമ്മളടുത്ത് സ്റ്റോക്കിൽ ഉണ്ടാവുള്ളൂ. നമുക്ക് വേണ്ട മാറ്റി വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ ഈ ഒരു 5 ഇഞ്ച് 5.5 ഇഞ്ച് സൈസിൽ എങ്ങനെ നോക്കിയാലും ഒരു 100-400 പീസോളം നമ്മളടുത്ത് സ്റ്റോക്കിലുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ ബ്രീഡായതല്ല ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കാണിച്ചത്. ഇതിലിപ്പോൾ എത്ര പീസ് വർക്കുണ്ടെങ്കിലും ഇതിലിപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇതിൽ എന്തായാലും ഒരു 150-200 പീസോളം ഇതിലുണ്ട്. ഇത് ഫിൽട്രേഷനാണ്. ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഇവിടുന്ന് സബ്മേഴ്സിബിൾ പമ്പ് വെച്ചിട്ട് ആ ഫിൽറ്ററിലേക്ക് പോകും. അതിൽ നിന്ന് നേരെ വെള്ളം അടിയിൽ കൂടെ പമ്പ് ചെയ്ത് മുകളിൽ പോയി അതിൽ ഫുള്ള് സ്പോഞ്ചാണ്. 3 ലെയർ ടൈപ്പ് സ്പോഞ്ചാണ്. ആ സ്പോഞ്ച് നേരെ പോയ വെള്ളം ഈ ഫസ്റ്റത്തെ പൈപ്പ് കൂടെ അടിയിലേക്ക് വരും. ഇതിൽ ഈ ഫിൽറ്ററിങ് മീഡിയാസും കാര്യങ്ങളൊക്കെ അല്ലേ, അത് അവിടുന്ന് നേരെ പിന്നെയും പോയിട്ട് പിന്നെ ഇതിലേക്ക് പിന്നെയും ഇങ്ങോട്ട് വരും. ഇതിലാണ് നമ്മളെ മറ്റേ ഈ ബയോബോള് ഇങ്ങനത്തെ കാര്യങ്ങൾ, സെറാമിക്, ലാവ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളത്. ഈ ഫിൽറ്ററിന് അറൗണ്ട് ഒരു 20,000 അടുത്ത് നമുക്ക് എക്സ്പെൻസ് വരുന്നുണ്ട്. ഇതിനുള്ളിലുള്ള ഈ സ്പോഞ്ച് കാര്യങ്ങൾക്ക് തന്നെ ഒക്കെ ഇമ്പോർട്ടൻറ്റ് സ്പോഞ്ചാണ്. അതിന് തന്നെ അത്യാവശ്യം ഒരു 10,000 അടുത്ത് ടോട്ടൽ പ്രൈസ് വന്നിട്ട് ഫസ്റ്റ് ടാങ്കത്തേനാണ്. ചെറുതാണല്ലോ. അത് നമ്മൾ അവിടുന്ന് കാണിച്ചു തന്നില്ല, 1 ഇഞ്ച് ബ്രീഡ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ ഇതിലേക്ക് കയറ്റും. അറൗണ്ട് ഒരു 1000 പീസാണ് നമ്മൾ ആവറേജ് വെക്കാറ്. 1 ഇഞ്ച് വരെ ആക്കിയല്ലോ. 1 ഇഞ്ച് കഴിഞ്ഞാൽ പിന്നെ അക്കോർത്ത് നേരെ എടുത്ത് ഇതിലേക്ക് കയറ്റും. ഒരു 1000 പീസ് അറൗണ്ട് ഒരു 1000 പീസ് ആവറേജ് സെറ്റ് ആയി കഴിഞ്ഞാലാണ് നേരെ ഈ ടാങ്കിലേക്ക് കയറ്റാറ്. പിന്നെ 4 ഇഞ്ച് വരെ ഈ ടാങ്കിൽ നിന്നാണ് സൈസ് ആവല്. ഇത് ബ്ലാക്ക് ടൈഗറും കോപ്പറും കൂടെ മിക്സ് ആയിട്ടുള്ള പേരുന്ന്. ഇതിപ്പോൾ കൊടുക്കാനായിട്ടില്ല. അപ്പോൾ ഇത് കൊടുക്കാനായി. ഇനി നമ്മൾ 4 ഇഞ്ച് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 ഇഞ്ച് തൊട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, ഇതാണ് വലിയ വലിയ ഫാമിൽ വന്നുള്ള പ്രത്യേകത. ഇവരെ ഫിഷിനെ പിടിക്കാനുള്ള ഒരു നെറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടോ. വലിയ നെറ്റാണ് ഇവർ. ഇതൊക്കെ ഇവിടുന്നായിട്ട് ഉണ്ടാക്കിയാണ്. ഇത് മേടിക്കാൻ കിട്ടണം. ഇത് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത്രയും വലിയ നെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഓസ്കാറിനെ പോലുള്ള ഫിഷിനെ നമുക്ക് പിടിക്കാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ മറ്റേ നെറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അധികം നമുക്ക് 1-2 പീസേ കിട്ടുള്ളൂ. കാരണം ഇതിലൊക്കെ ഓരോ ടാങ്കിലും 1000-500 ഒക്കെ പീസാണ് ഇട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ വലിയ വലിയ ഫാമിൽ ഉപയോഗിക്കുന്ന നെറ്റാണ് നമ്മളിത് കാണുന്നത്. ഫുഡ് ഇവർക്ക് ഇപ്പോൾ എത്ര നേരം കൊടുക്കില്ല? ഇപ്പോൾ ഫുഡ് നമ്മളൊരു 4 നേരം 5 നേരം വെച്ചിട്ട് കൊടുക്കും. 2 നേരം ഇവർക്ക് പ്രോപ്പറായിട്ട് ചെമ്മീൻ കൊടുക്കും. ഫ്രീസറിൽ വെക്കുന്നതാണ് ചെമ്മീൻ. എപ്പോഴും പുഴ ചെമ്മീൻ വാങ്ങിയിട്ട് ഫ്രീസ് ചെയ്ത ചെമ്മീൻ എപ്പോഴും 2 നേരം ചെമ്മീൻ കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ ആ ടീമി. അത് കഴിഞ്ഞാൽ ലൈഫ് ഫീഡിൻ്റെ പരിപാടി കഴിഞ്ഞു. 1 ഇഞ്ച് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പെല്ലറ്റാണ്. പെല്ലറ്റിൽ തന്നെ വാളയ്ക്ക് കൊടുക്കുന്ന യുനോമി എന്ന് പറയുന്ന ഫീഡുണ്ട്. പ്രോട്ടീൻ റിച്ച് ഫീഡാണ്. പിന്നെ കളർ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒപ്റ്റിമത്തിൻ്റെ വേറൊരു ഫീഡുണ്ട്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. ഒരു പെർ kg ഒരു 500-600 റേഞ്ചൊക്കെ വരും. എന്നാലും അത് 1 നേരം അല്ലെങ്കിൽ 2 നേരം വെച്ചിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് 4 ഇഞ്ച് ആകുമ്പോഴേക്ക് നല്ല കളർ വരാം. ഈ ഫിൽട്രേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ചെമ്മീന് 1-2 നേരം കൊടുക്കുകയാണെങ്കിൽ, ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഓവർ ഫിൽട്രേഷൻ്റെ ആവശ്യമില്ല. ഇതിൽ ഫിൽട്രേഷൻ കൊടുത്തിട്ടില്ല. അതിലാണ് ഫിൽട്രേഷൻ കൊടുത്തത്. പിന്നെ ആ ടാങ്കിൽ നേരെ കാണുന്നത് ഈ 2 ടാങ്കിനെയും ഫിൽട്രേഷനാണ്. നേരെ ആ ടാങ്കിലേക്ക് പോയിട്ട് അത് നമ്മൾ പൂഴി, ബേബി ചില്ലിയൊക്കെ വെച്ചിട്ടുള്ള ടൈപ്പ് ഫിൽട്രേഷനാണ് അതിൽ ചെയ്യുന്നത്. അതിൽ നേരെ ഫിൽട്ടർ ചെയ്ത വെള്ളം ഇതിലേക്ക് ഈ 2 ടാങ്കും അതിൽ കൈകാര്യം ചെയ്യും. ഇതിൽ നമ്മൾ തീരെ ഫിൽട്രേഷൻ വെച്ചിട്ടില്ല. ഇതിപ്പോൾ എത്ര ലിറ്ററിൽ കൊള്ളുന്ന വെള്ളമാണ് ഇപ്പോൾ? ഇത് ടോട്ടൽ 4 മീറ്റർ ഡയാണ്. അത്യാവശ്യം നല്ല ഒരു കപ്പാസിറ്റി ഉണ്ടാവും എന്തായാലും. പ്രോപ്പർ ഇപ്പോൾ നമ്മൾ നിറയ്ക്കുന്നതൊക്കെ ഒരു 75,000 ലിറ്ററൊക്കെ എന്തായാലും കൊള്ളേണ്ടതാണെന്ന് വിചാരിക്കുന്നു.
ഇനി നമുക്ക് ഫ്ലവർ ഹോണിൻ്റെ വലിയൊരു സെക്ഷൻ ഉണ്ട്. അതുകൂടെ ബ്രീഡ് ചെയ്തല്ല, സീഡ് വലിയ ചെറിയ സീഡ് ഇറക്കിയിട്ട് വലിയ സൈസ് ആക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്ലവർ ഹോണിൻ്റെ ആ സെക്ഷനിലേക്ക് പോകാം. അതപ്പോൾ ഓസ്കാറിൻ്റെ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ വലിയ കളക്ഷനാണ്. അതിന് തൊട്ടില്ല ആ ഒരു കളക്ഷനിലേക്ക് എത്തി നമ്മൾ ഫ്ലവർ ഹോൺ. ഫ്ലവർ ഹോൺ ഓരോ അക്കോരത്തിലും മെയിലും ഫീമെയിലും സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, കസ്റ്റമർക്ക് ഈസിയായി കൊണ്ടുപോകാൻ. ഫ്ലവർ ഹോൺ എന്തായാലും സെപ്പറേറ്റ് തിരിച്ചു കഴിഞ്ഞാൽ ഹെഡും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ സെക്ഷൻ നമ്മളിപ്പോൾ ഈ ബാക്കിൽ കാണിക്കുന്ന സെക്ഷന് ഫുള്ള് മെയിലുകളാണ്. പിന്നെ ഇവിടെ ഈ കാണിക്കുന്നതിലൊക്കെ അപ്പോൾ ഫ്ലവർ ഹോണിൻ്റെ ഫീമെയിൽ സെപ്പറേറ്റ് ഇരിക്കുകയാണ്. എഗ്ഗൊക്കെ പെട്ടെന്ന് നല്ല ലോഡാകാൻ വേണ്ടിയിട്ട്, നല്ല സൈസാകാൻ വേണ്ടിയിട്ട് ഫീമെയിലിന് വലിയ ഡ്രമ്മിൽ സെപ്പറേറ്റ് ഓരോ വലിയ ഡ്രമ്മിലും ഓരോ ഫീമെയിൽ ഫ്ലവർ ഹോണിൻ്റെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫീമെയിലിൻ്റെ വീഡിയോ എടുക്കണം, മെയിലിൻ്റെ നമുക്ക് വീഡിയോ എടുക്കണം. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഇപ്പോൾ സെയിലിനായിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഗ്ലാസ്സിക്ക് എടുത്ത് ഓരോന്ന് നോക്കാം. കൊടുക്കാനുള്ള സൈസാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത്. അതെ, മെയില്. അതിനിപ്പോൾ എന്താ കൊടുത്തത്? ചിക്കൻ്റെ ഹാർട്ട്. ഓ ചിക്കൻ്റെ ഹാർട്ട് നമ്മൾ വാഷ് ചെയ്ത് കട്ട് ചെയ്തിട്ട് കൊടുക്കും. അതാണ് കൊടുക്കുന്നത് അല്ലേ? ഇതിപ്പോൾ അത്യാവശ്യം ഹമ്പായതാണ്. ഏതാണത്? ഇത് SRD. ഇത് നമ്മൾ 1 ഇഞ്ച് സൈസ് വാങ്ങിയിട്ട് നമ്മൾ വലുതാക്കി എടുക്കുന്ന. ഇവിടെ ബ്രീഡിങ് ചെയ്യാറില്ല. ഇല്ല അല്ലേ? ഇത് SRD തന്നെ. അത്യാവശ്യം നല്ല ഹെഡ് വന്നതാണ്. ഒരു 4.5-5 ഇഞ്ച് അറൗണ്ട് സൈസും ഉണ്ടാവും. ഇത് 1500 ആണ് നമ്മളൊരു പെയർ കൊടുക്കുന്നത്, ഒരു മെയിലും ഒരു ഫീമെയിലും കൂടെ. എല്ലായിടത്തിലേക്ക് നമുക്ക് ട്രെയിനിൽ കൊറിയർ ചെയ്യാനും പറ്റും. ട്രെയിനോ അല്ലെങ്കിൽ പെറ്റ് ട്രാൻസ്പോർട്ടിലാണെങ്കിൽ ഷിപ്പ് ചെയ്യാനും പറ്റും. ഇത് SRD തന്നെ. ഇത് നമ്മളുടെ അടുത്ത് കുറച്ച് സൈസ് ഉള്ളതാണ്. ഒരു 6 ഇഞ്ച് 5.5-6 ഇഞ്ചിൻ്റെ അടുത്ത് അപ്രോക്സിമേറ്റ് സൈസ് ഉണ്ടാവും. ഇത് ശരിക്കും ഇനിയും ആ ഒരു ഹെഡ് നല്ല വരാല്ലേ? ഹെഡ് നല്ലോണം കയറാനുണ്ട്. ഡീവേമിങ് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എല്ലാ കാര്യങ്ങളും റെഡി ആയിക്കോളും. ഹെഡ് നല്ലോണം കയറിക്കോളും. അവിടെ ഉള്ള ഒരുവിധം എല്ലാം SRD തന്നെയാണ്. കയ്യിൽ വന്നെടുക്കൂലേ? ഭയങ്കര ഇതും കുറച്ച് സൈസ് കുറവാണത്. ഇത് സൈസ് ലേശം കുറവാണ്. ഇതെങ്ങനെ റേറ്റ് വരാം? അപ്പോൾ ഇത് 1200 പെയറിന് കേട്ടോ, ഒരു മെയിലും ഒരു ഫീമെയിലും. ഇതും അത് തന്നെ അല്ലേ? അത് കുറേ ഉണ്ടല്ലേ SRD? ഓ, ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് ചെറിയ സൈസ്, ഒരു 4.5 ഇഞ്ച് സൈസൊക്കെയാണ്. ഹമ്പ് ഹെഡ് പോപ്പായി വരുന്നേ ഉള്ളൂ. ഈ ഒരു സാധനമൊക്കെ നമ്മളൊരു 800 റുപ്പീസിനൊക്കെയാണ് പീസ് കൊടുക്കുന്നത്. 1000 റുപ്പീസിന് പെയറും കൊടുക്കും. പെയറെന്ന് പറഞ്ഞാൽ ഒരു മെയിൽ ഒരു ഫീമെയിൽ ആയിട്ട് കൊടുക്കും. ഇത് ഫീമെയിലാണ്. ഓ, നല്ല ഇതാവുമ്പോൾ ചെറുങ്ങനെ ഒരു ഹമ്പ് വരുന്നതാണ്. ഫീമെയിൽ മാത്രമാണെങ്കിൽ നമ്മൾ പീസിന് ഒരു 300 റുപ്പീസ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. നല്ല ബോഡി പ്രിന്റ് ഉണ്ട് അവർക്ക്. മെയിലാണല്ലേ? ഹമ്പ് അത്യാവശ്യം വന്നോണ്ടിരിക്കുന്നുള്ളൂ. ഹമ്പ് കയറി വരുന്നുള്ളൂ. ഇതെങ്ങനെ റേറ്റ് വരുമ്പോൾ? ഇത് 800. ഫീമെയിലൊക്കെ എനിക്ക് നല്ല ലുക്കല്ലേ? ഫീമെയിൽ നല്ല പ്രിന്റാ, നല്ല പ്രോപ്പർ പ്രിന്റ്. അതൊക്കെ 300 സ്റ്റാർട്ട് ചെയ്യണതാണ്. സൈസ് ബേസ് ആയിട്ട് പ്രിന്റ് ബേസ് ആയിട്ടാണ് പ്രൈസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുന്നത്. ഇത് അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ടല്ലോ. ഇത് അത്യാവശ്യം നല്ല സൈസ് ഉള്ളതാണ്, നല്ല പ്രിന്റും ഉണ്ട് അത്യാവശ്യം. എങ്ങനത്തെ റേറ്റ് വരുന്നതിന്? ഇത് നമ്മളൊരു 300-400 ആ റേഞ്ചിലൊക്കെ നമ്മൾ കൊടുക്കും. നമ്മൾ ഈ ഡ്രമ്മിൽ മൊത്തം ഫീമെയിൽസാണ്. ഫുള്ള് ഫീമെയിൽസ്. എല്ലാം സിംഗിൾ പീസ് വെച്ചിട്ടാണ് നമ്മൾ മാറ്റിയിടാറ്. എല്ലാം കൊടുക്കാനുള്ളതാണ്. കേട്ടോ, ഇത് ചെറിയ സൈസിൽ കൊടുന്നു വന്നതാ. ഒക്കെ 1 ഇഞ്ച് സൈസിൽ വന്നിട്ട് നമ്മൾ
സൈസാക്കി എടുക്കുന്നത്. ഓക്കെ. ഇതിപ്പോൾ എത്രയായി? ഇതിപ്പോൾ അറൗണ്ട് ഒരു 4 മാസം പ്രായമായതാണ്. ഇതും അപ്പോൾ ഫീമെയിൽ സമയത്ത് എന്താ ഫുഡ് പ്രത്യേകിച്ച് എന്ത് കൊടുക്കണ്ടോ? ഇല്ല എല്ലാവർക്കും ചെമ്മീൻ നല്ലോണം കൊടുക്കും. പിന്നെ ഈ ചിക്കൻ്റെ ഹാർട്ടും ഇവർക്ക് എപ്പോഴും നല്ലോണം കൊടുക്കും. ചിക്കൻ ഹാർട്ടാണ് ഇവരെ മെയിനായിട്ടുള്ളൊരു ഫീഡ്. അതുപോലെ തന്നെ OF എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെല്ലറ്റ് ഫീഡ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതിവിടെ എത്ര സൈസിൽ കൊടുക്കുന്നത്? അപ്പോൾ ഇതൊക്കെ 1 ഇഞ്ച് സൈസ് വാങ്ങിക്കൊണ്ടുവരുന്നത്. 1 ഇഞ്ച് സൈസിൽ കൊടുക്കുന്നതാണ്. ആ 1 ഇഞ്ച് സൈസാണ് ഇപ്പോൾ ഈ ഒരു സൈസിലേക്ക് എത്തിപ്പെടുന്നത്. കണ്ടല്ലേ, ഇതൊക്കെ അറൗണ്ട് ഒരു 5 ഇഞ്ച് സൈസാണ്. ഇത് നമുക്ക് ഫ്ലവർ ഓൺ അങ്ങനെ റീറ്റെയിൽ മാത്രമേ ഉള്ളൂ ഇപ്പോൾ അവിടെ? ഫ്ലവർ ഓൺ റീറ്റെയിലും ഉണ്ട്, ഹോൾസെയിലും ഉണ്ട്. ഷോപ്പുകാർക്കാണെങ്കിൽ നമുക്ക് കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ചെറുതും നമ്മളടുത്ത് അവൈലബിൾ ആണ്. 2 ഇഞ്ച് സൈസ് ഉണ്ട്, 3 ഇഞ്ച് സൈസ് ഉണ്ട്. എല്ലാ സൈസ് ഫ്ലവർ ഓൺസും നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആണ്. 2 ഇഞ്ചൊക്കെ അറൗണ്ട് ഒരു 1000 പീസോളം നമ്മളടുത്ത് റെഡി സ്റ്റോക്ക് ഉണ്ട്. നമ്മൾ മെയിലിനൊന്ന് എടുത്ത് നോക്കിയാൽ അല്ലേ? ഇത് എത്ര പ്രായം പറഞ്ഞപ്പോൾ? ഇത് അറൗണ്ട് ഒരു 4.5 മാസം സൈസ്. 5 മാസം സൈസ്. ഇല്ല, സിംഗിൾ പീസ് വെച്ചിട്ടാണ് നമ്മൾ മാറ്റിയിടാറ്. സിംഗിൾ വരെ ഉണ്ടാവുള്ളൂ, ഒരു അല്ലെങ്കിൽ ഒരു കടിപിടി കൂടും. ഇപ്പോൾ ഒരു 2.5-3 ഇഞ്ച് സൈസുള്ള പീസസാണ്. ഇങ്ങനത്തെ ചെറിയ ഐറ്റംസ് ഒക്കെ പീസ് 200 രൂപയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2.5-3 ഇഞ്ച് സൈസിലായിട്ട്. ഇപ്പോൾ ഒരു 3.5-4 ഇഞ്ച് വരെയൊക്കെ ആണെങ്കിലും ഒരു 300-350 റേഞ്ചൊക്കെ പോകുന്നുള്ളൂ. ഇതിപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാത്തതാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഹെഡ് പോപ്പ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഏതാണെന്ന് പിന്നെ അറിയുള്ളൂ, കുറച്ച് കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇത് നമുക്ക് ഇങ്ങനെ പ്രിന്റും കളറൊക്കെ നല്ലോണം ഇത് റീറ്റെയിലും ഹോൾസെയിലും ഉണ്ട്. ഈ സൈസിലൊക്കെ നമ്മുടെ അടുത്ത് ഹോൾസെയിൽ കണ്ടമാനുണ്ട്. ഒരു 1000 പീസൊക്കെ നമ്മുടെ അടുത്ത് എന്തായാലും ഉണ്ടാവും. ചെറുത്, ഇത് പച്ച ചെറുത്. എത്ര ഇതിൻ്റെ സൈസ്? ഇത് അറൗണ്ട് ഒരു 1.5 ഇഞ്ച് 2 ഇഞ്ചിലേക്കൊക്കെ എത്തുന്നുള്ളൂ. 2 ഇഞ്ച് സൈസ് ഉണ്ടാവും, ചിലത് ഒരു 1.5 ഇഞ്ച് സൈസാണ്. എത്ര മുതൽക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 1 ഇഞ്ചൊക്കെ ആകുമ്പോൾ 35 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ 2 ഇഞ്ച് സൈസൊക്കെ ആണെങ്കിൽ പീസിന് ഒരു 50 രൂപ വെച്ചിട്ട് നമ്മൾ കൊടുക്കും. ഫ്ലവർ ഓൺ അല്ലേ? അതെ. ഇത് ഒറ്റയ്ക്ക് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി ഒരു ഗ്ലാസ് കിട്ടാൽ, ഒരു അക്കുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സൈസാക്കി എടുക്കാം അല്ലേ? അക്കുറത്തിൽ സിംഗിളായിട്ട് ഇടുന്നവരുണ്ട്. ഇത് ഒന്നിച്ചൊരു 4 ഇഞ്ച് വരെ നമുക്ക് കമ്മ്യൂണിറ്റി വലിയ ടാങ്കിൽ ഇടാം. പ്രോപ്പർ ഫീഡിങ് ആണെങ്കിൽ തമാമിൽ കൊത്തു കൊടുക്കില്ല. ഫീഡിങ് കുറവായി കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ഓസ്കാറും ഫ്ലവർ ഓണൊക്കെ നോക്കി. അപ്പോൾ അത്രയും വലിയ ടാങ്കിലാണ് ഇപ്പോൾ ഇവിടെ ഗപ്പി ചെയ്യുന്നത്. നമ്മൾ ഗപ്പി ചെയ്യുന്നു പറഞ്ഞത് ഒരു ഗപ്പി ഐറ്റം നമ്മൾ ചില്ലി മൊസൈക്കാണ് ഈ ഒരു ടാങ്കിൽ. ഈ ടാങ്ക് മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ആ ഒരു ചില്ലി മൊസൈക്ക്. അത് വലിയ സൈസിലുള്ളത്, അത് ഹോൾസെയിലായിട്ടാണ് ആ ഒരു ഗപ്പി ഇവിടെ ചെയ്യുന്നത്. അത് വലിയ ടാങ്കിലായിട്ട് ഗപ്പികളൊക്കെ വലിയ സൈസ്, ഫീമെയിലൊക്കെ വലിയ സൈസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കോരിയിട്ട് നമുക്ക് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നോക്കി നോക്കാം. ഗപ്പികൾ നിറഞ്ഞിരിക്കുകയാണല്ലോ അതിലെ. ഇത് ഏതാ ഗപ്പി? ചില്ലി മൊസൈക്ക് ഡംബോയർ. ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഇതിൽ. ഇഷ്ടം പോലെ ഉണ്ട് ഇതിൽ. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാവും. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ റീറ്റെയിൽ ഉണ്ടാവുമോ? റീറ്റെയിൽ ഞാൻ കൊടുക്കാറില്ല. ഇത് ബൾക്ക് ചെയ്യുന്നത്, നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്ന ഷോപ്പിലേക്കാണ് കൊടുക്കാറ്. ഷോപ്പിന് പറ്റിയ വലിയ സൈസാക്കി എടുക്കുന്നത്. ലൈനേജ് അല്ലാണ്ട് പ്രോപ്പർ മെയിൻറ്റെയിൻ ചെയ്യാത്തതിനോണ്ട് റീറ്റെയിൽ എല്ലാം നമ്മൾ മറ്റേ ഫാമിൽ ഫസ്റ്റത്തെ വീഡിയോയിൽ കാണിച്ച ഫാമിൽ അവിടുത്തെ ഐറ്റംസ് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. ഹോൾസെയിൽ മാത്രം? ഹോൾസെയിൽ ഇവിടെ മുക്കത്തെ ഫാമിലൊക്കെ ഹോൾസെയിലാണ്. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് തന്നെ. ഒന്ന് കോരി വെക്കില്ല. ഓ, മതി, നല്ല കേട്ട പണിയാണ്. അമ്മോ, എന്താ അപ്പോൾ ഇത്രയും വലിയ സൈസ് ടാങ്ക് തന്നെ മനസ്സിലായിട്ടില്ല സൈസ് ഫീമെയിലിൻ്റെ. ഓ, അടിപൊളി. എന്താ അപ്പോൾ ആ ഫീമെയിൽ നോട്ടെ. ഓ, നല്ല സൈസുള്ള ഫീമെയില്, വലിയ ടൈല് ബെൻഡൊക്കെ ആയിപ്പോയി. അത്രയും പ്രായമായിപ്പോയി. അത്രയും പ്രായമായതാണത്. ഇതല്ലൊരു ഫീമെയിലാണല്ലോ. അതിൻ്റെ ടൈലുമ്പോൾ 2 കളർ വരുന്നുണ്ടല്ലേ ഫീമെയിലിന്? ഇത് ഈ ബൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈനിൽ ഇത് ഇങ്ങനെയായിരുന്നു ശരിക്കും പ്രോപ്പറായിട്ട് ഉണ്ടാവും. ഈ കളർ അല്ലേ? ഈ കളറാണ്.
ഇതുകൊണ്ടാണ് നമ്മളിത് റീറ്റെയിൽ കൊടുക്കാത്തത്. ഫുള്ള് ഹോൾസെയിൽ മാത്രം അല്ലേ? പക്ഷേ ഇവരെ ഇയർ ക്വാളിറ്റിയൊക്കെ നല്ലതാണ്, നല്ല പ്രോപ്പറായിട്ട് നല്ല ഇതും വരും, നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, ഇതിപ്പോൾ എത്ര പീസിൽ കിടക്കേണ്ടത് പറഞ്ഞത്? അതെങ്ങനെ നോക്കിയാലും ഒരു 1000 പീസ് മിനിമം പീസ് കിടക്കുക. ഫുൾ സൈസിൽ തന്നെ ഉണ്ടാവും എന്തായാലും. ഓ, ഹോൾസെയിലാണെന്ന് പറയാനല്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. ചില്ലി മസിക്ക് ഓൾഡ് ലൈനേജ് പ്ലാറ്റിനം ഫില്ലാവണത്. ഓക്കെ, അപ്പോൾ ഹോൾസെയിൽ എടുക്കുമ്പോൾ മിനിമം എത്ര പീസ് എടുക്കണമെന്നുണ്ട്? 100 പീസ്. 100 പീസെങ്കിലും മിനിമം എടുക്കണം. നല്ല ബിഗ് സൈസ് ആയിട്ട് അല്ലേ? ഇപ്പോൾ ഈ സൈസിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അധികം വെച്ചോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊടുക്കാൻ ഇപ്പോൾ ഉള്ളവർക്ക് വേഗം കൊണ്ടുപോവാം. അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞു. ഫ്ലവറോണും ഓസ്കാറും മെയിൻ. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മൾ എത്ര ഓസ്കാർ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്? എല്ലാ 4 വെറൈറ്റി, ടോട്ടൽ 4 വെറൈറ്റി ഓസ്കാർ ഉള്ളത്. അതെല്ലാം നമ്മൾ ഫ്ലവറോൺ ഒരു വെറൈറ്റി അല്ലേ? ഫ്ലവറോൺ ഒരു വെറൈറ്റി. അപ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന് കൊറിയറൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? ഇവിടുന്ന് നമ്മൾ ട്രെയിനിലാണെങ്കിലും അതുപോലെ പെറ്റ് ട്രാൻസ്പോർട്ടേഷനിലാണെങ്കിലും നമുക്ക് കേരളം മൊത്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾ ഇന്ത്യ ചെയ്യാറുണ്ട്, ട്രെയിൻ ത്രൂ ആയി ഓസ്കാർസ് ചെയ്യാറുള്ളൂ. കൊറിയർ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പം 1-2 ദിവസം ആയിപ്പോവും അവിടെ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവർ ഹാൻഡ്ലിങ് ശരിയായിട്ടില്ലെങ്കിൽ എല്ലാം ഡെഡായി പോകും. ഇവിടെ വന്നിട്ട് ഫാമിലി എൻട്രി ഇല്ല. കാരണം ഒന്നാമത്തെ ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നില്ല, അത് വലിയ പാടാ. മാത്രമല്ല ഇതുവരെ എടുക്കണമെങ്കിലും വെള്ളം മൊത്തം വറ്റിച്ചിട്ട് വേണം പിടിക്കാനും ചെയ്യാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് പ്രീ ഓർഡർ കളക്ട് ചെയ്തിട്ട് വീക്ക്ലി ഒരു ദിവസം മാത്രമാണ് നമ്മൾ ഷിപ്മെന്റ് ഒക്കെ ചെയ്യുന്നത്. പെറ്റ് ട്രാൻസ്പോർട്ടേഷനിലും അല്ലെങ്കിൽ ട്രെയിനിലും, ഈ 2 ഓപ്ഷനിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്ലവറോണും അതുപോലെ തന്നെ. പാക്കിങ് പ്രോപ്പർ ആയിരിക്കണം. അതുകൊണ്ടാണ് അവരെ ഹാൻഡ്ലിങ് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കണം. ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ആളെ കയ്യിൽ ഡെലിവർ ആവണം. ഇപ്പോൾ ഇവിടുന്ന് തിരുവനന്തപുരം വരെ ട്രെയിനിലാണെങ്കിൽ 12 മണിക്കൂറല്ലേ ഉള്ളൂ. നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞാൽ ഒരു 10-20 മണിക്കൂർ കൊണ്ട് ആളെ കയ്യിൽ എത്തുമല്ലോ. ഗപ്പി നമ്മൾ നോർമലി എല്ലാ ഗപ്പീസും ഹോൾസെയിൽ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഇത് സെയിൽ ചെയ്യാറ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി, ഗപ്പീസിൻ്റെ പ്രൈസും പറഞ്ഞുതരാം. അത് നമ്മൾ കൊറിയർ എല്ലാത്തിലും അയക്കാനും പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളിപ്പോൾ സെക്കൻഡ് പാർട്ട്? ഇനിയിപ്പോൾ ഏത് പാർട്ട് വരാൻ പോകുന്നത്? ഇനിയിപ്പോൾ നമ്മളെ ഗപ്പിയുടെ ബൾക്ക് ചെയ്യുന്ന സെക്ഷൻസ് ആണ് ഇനി മൊത്തം ഉള്ളത്. അത് നമുക്ക് ഓരോരോ പാർട്ടായിട്ട് നമുക്ക് ഓരോരോ ഫാം ചെയ്യാം. ഈ മുക്കത്തെ ഫാം ഉണ്ട്, കോഴിക്കോട് തന്നെ ബ്രീഡിംഗ് യൂണിറ്റ് ഉണ്ട്, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഫാം ഉണ്ട്. 2 അല്ല, ഒരു 3-4 പാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ ഇനിയും ഉണ്ടാവും. ടോട്ടൽ നമുക്ക് 7 ഫാം ഒന്നിച്ച് കവർ ചെയ്യാനുണ്ട്. എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് കവർ ചെയ്യാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ 90s അക്വാസിലെ ഇപ്പോൾ ഓസ്കാറിൻ്റെ കളക്ഷൻ? ഓസ്കാർ ഇപ്പോൾ ഇവിടെ ബ്രീഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പോൾ എത്രയായി ഓസ്കാർ? ഇത് തുടങ്ങിയിട്ട് ഇപ്പം വളരെ കുറച്ചായിട്ടേ ഉള്ളൂ. ഓസ്കാർ ചെയ്യുന്നുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞൊരു 3-4 മാസമായിട്ടേ ഉള്ളൂ. ഇത്രയും ബൾക്കിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ട്. അല്ലാണ്ട് നമ്മളൊരു കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഓസ്കാർ ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് മാത്രം. പണ്ടത്തെ ഫാമിൻ്റെ ബാക്കിൽ കുറച്ച് ടാങ്കിൽ ചെറുത് വാങ്ങിയിട്ട് വലുതാക്കാറുണ്ട്. ഇപ്പോഴാണ് ഒന്ന് ബ്രീഡിങ്ങിലേക്ക് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതും ഇതാക്കുന്നതൊക്കെ. അപ്പോൾ നമ്മൾ 90s ഒക്കെ ഇനി തേർഡ് പാർട്ട് ഇനി വരും ദിവസങ്ങൾ, വരും മാസങ്ങളിൽ വരാം. അപ്പോൾ ഇന്നത്തെ കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അടുത്ത വീടും വരെ എല്ലാവർക്കും ബൈ.